എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി.എഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ, അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെമസ്റ്റർ 1 6 സബ്ജക്റ്റുകളാണ് ടോട്ടൽ പഠിക്കാനുള്ളത്. ഇതിൽ 6 സബ്ജക്റ്റിൻ്റെയും എക്സാമും റിട്ടൺ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാം തിയറി ഭാഗങ്ങളാണ്. ആദ്യത്തെ സബ്ജക്റ്റ് EDU 101. ഇത് കോഡുകളാണ് ഓരോ സബ്ജക്റ്റുകളുടെയും. അതിൽ ഒന്നാമത്തെ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ഫിലോസഫി. അതിന് ഒരു പ്രാക്ടിക്കം എഴുതാനുണ്ടാവും, അതുപോലെ തന്നെ പ്രാക്ടിക്കലും എഴുതാനുണ്ടാവും. നെക്സ്റ്റ് EDU 102 ചൈൽഡ്ഹുഡ് ആൻഡ് ഗ്രോയിങ് അപ്പ്. ഇത് സൈക്കോളജിയാണ്. അപ്പം അതിൽ ഒരു പ്രാക്ടിക്കും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രാക്ടിക്കലും ചെയ്യാനുണ്ടാകും. പിന്നെ വരുന്നത് EDU 103 ആണ്. അത് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസോഴ്സസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി, ET എന്നാണ് പറയുക, എഡ്യൂക്കേഷണൽ ടെക്നോളജി ഷോർട്ടായിട്ട്. അതിനും പ്രാക്ടിക്കലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ 3 സബ്ജക്റ്റ് എല്ലാ ഓപ്ഷൻകാർക്കും, അതായത് കൊമേഴ്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും നാച്ചുറൽ സയൻസ്, മാത്സ്, ഇവർക്ക് എല്ലാവർക്കും ഈ 3 സബ്ജക്റ്റ് കോമൺ ആയിരിക്കും. പിന്നെ വരുന്നത് 104ഉം 105ഉം നമ്മൾ ഏതാണോ ഓപ്ഷൻ എടുത്തേക്കുന്നത് അതനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് കൊമേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഡിസിപ്ലിൻ ഓഫ് കൊമേഴ്സ് എഡ്യൂക്കേഷൻ. അപ്പം നിങ്ങൾ എടുത്തേക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഈ സബ്ജക്റ്റിൻ്റെ പേര് ഇവിടെ കൊമേഴ്സ് എന്നുള്ളിടത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആവും, ഇതും ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ളതാവും. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് മാറുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഈ ലാസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു എലക്റ്റീവ് കോഴ്സാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാം, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യാം. ഈ 5 സബ്ജക്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് 6ാമത്തെ സബ്ജക്റ്റായിട്ട് പഠിച്ചാൽ മതിയാകും. അപ്പം ഞാൻ പഠിച്ചത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആയിരുന്നു. നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു. ഈ 6 സബ്ജക്റ്റിൽ ഓരോ സബ്ജക്റ്റിലും വരുന്ന മൊഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും മൊഡ്യൂളുകൾ കഴിയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കവും അവിടെ നൽകിയിട്ടുണ്ടാവും. ആദ്യത്തെ സബ്ജക്റ്റ് കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ ഫിലോസഫി. അതിൽ വരുന്ന മൊഡ്യൂൾ 1 എഡ്യൂക്കേഷൻ, അതിലൊരു 1.7 വരെയുള്ള യൂണിറ്റ്സുകളുണ്ട്. മൊഡ്യൂൾ 2 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. മൊഡ്യൂൾ 3 ഫീച്ചേഴ്സ് ആൻഡ് ഇഷ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. മൊഡ്യൂൾ 4 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ ഇന്ത്യ. മൊഡ്യൂൾ 5 റീസെൻറ്റ് ട്രെൻഡ്സ് ഓർ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അങ്ങനെ 5 മൊഡ്യൂളാണ് ഫിലോസഫിയിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കും നൽകിയിട്ടുണ്ടാവും. അപ്പം അതിലേതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുന്നത്. നെക്സ്റ്റ് സൈക്കോളജിയിലും ഇതുപോലെ തന്നെ 5 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. സൈക്കോളജി എഡ്യൂക്കേഷൻ ആൻഡ് എമർജിംഗ് ലേണർ. 2 കോംപ്ലക്സിറ്റീസ് ഇൻ അഡോളസൻസ്. മൊഡ്യൂൾ 3 കോഗ്നിറ്റീവ് പ്രോസസ്സസ്. മൊഡ്യൂൾ 4 ഇൻ്റലിജൻസ് ആസ് എ കോഗ്നിറ്റീവ് വേരിയബിൾ ഇൻ ലേണിംഗ്. മൊഡ്യൂൾ 5 മോട്ടിവേറ്റിംഗ് ദി ലേണർ. അതിലും 3 പ്രാക്ടിക്കം തന്നിട്ടുണ്ടാകും, അതിൽ നിന്ന് ഒരെണ്ണമായിരിക്കും ചെയ്യേണ്ടത്. രണ്ടാമത്തെ എഡ്യൂക്കേഷണൽ ടെക്നോളജി, അതിലും 5 മൊഡ്യൂളാണ് പഠിക്കേണ്ടത്. എഡ്യൂക്കേഷൻ ടെക്നോളജി കോൺസെപ്റ്റ്, അപ്രോച്ച് ആൻഡ് സ്കോപ്പ്, ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് മാസ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. മൊഡ്യൂൾ 3 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻ. മൊഡ്യൂൾ 4 ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്രോച്ചസ്. മൊഡ്യൂൾ 5 ICT എഡ്യൂക്കേഷൻ. അതിനും 3 പ്രാക്ടിക്കും ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഒരെണ്ണം ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നത് ഓരോ ഓപ്ഷൻ്റെ സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ എൻ്റെ കൊമേഴ്സ് ആയതുകൊണ്ട് ഞാൻ അത് എടുത്തേക്കുന്നതാണ്. ഇപ്പോൾ 104 അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസിപ്ലിൻ ഓഫ് കൊമേഴ്സ് എഡ്യൂക്കേഷൻ. അതിലും 5 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കൊമേഴ്സ്, കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കൊമേഴ്സ് എഡ്യൂക്കേഷൻ, ഇൻ്റർ ആൻഡ് ഇൻട്രാ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് കൊമേഴ്സ്, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് കൊമേഴ്സ്, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് കൊമേഴ്സ് എഡ്യൂക്കേഷൻ. ഈ 5 മൊഡ്യൂൾ കൂടാതെ ഒരു പ്രാക്ടിക്കം എഴുതാനുണ്ടാകും. പിന്നെ 105 അതും കൊമേഴ്സ് തന്നെയാണ്, കൊമേഴ്സ് ടീച്ചറിൻ്റെ. അതിലും 5 മൊഡ്യൂള്. ഫസ്റ്റ് മൊഡ്യൂള് മാക്സിംസ്, അപ്രോച്ചസ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് കൊമേഴ്സ്, ടെക്നിക്സ് ഓഫ് ടീച്ചിങ് കൊമേഴ്സ്, ഇന്നവേറ്റീവ് സ്ട്രാറ്റജീസ്, ട്രെയിനിങ് ഇൻ ടീച്ചിങ് സ്കിൽസ്, പെഡഗോജിക്കൽ സ്കിൽ ഡെവലപ്മെൻറ്റ്. അതിനും ഒരു പ്രാക്ടിക്കം ചെയ്യാനുണ്ടാകും. പിന്നെ ലാസ്റ്റ് വന്നത് നമ്മുടെ എലക്റ്റീവ് കോഴ്സാണ്. ഇപ്പം ഞാൻ എടുത്തിരുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. അതിനും 5 മൊഡ്യൂൾ വീതമുണ്ട്. മൊഡ്യൂൾ 1, 2, 3, 4, 5 അതിനും ഒരു പ്രാക്ടിക്കം ഉണ്ടായിരിക്കുന്നതാണ്.
പ്രാക്ടിക്കൽ ഭാഗത്തു നിന്ന് ഇത്രയും പ്രാക്ടിക്കലാണ് ഫസ്റ്റ് സെമിസ്റ്ററിൽ ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.